അല്ല ഇത് കണ്ട മക്കളെ, ഈ തീ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇത് എന്താണ് നമ്മൾ പാകം ചെയ്യാൻ പോകുന്നത്? ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാ? ഈ തീ ഒന്ന് കത്തി തീരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടുപിടിക്കണം. നോക്കുക, തീരാ മൂന്നാമത്തെ കത്തല കത്തുന്നു ഇപ്പോൾ കണ്ടാ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കണ്ടാ, ഇതിന് വെള്ളം പോകണം. കണ്ടാ, നമ്മൾ വെള്ളം വരുന്നുണ്ട് നോക്കിട്ടാ. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് സെറ്റായി വരണം. അങ്ങനെ ഒന്ന് വേണ്ടട്ടാ. മാഗിന് ഒരു പീസ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് രണ്ടാമത്തെ ഇട്ട് ഇപ്പോൾ സന്തോഷമായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് അടക്കണ്ടേ നോക്കട്ടെ. അല്ല വേണ്ട, അതിന് മുമ്പ് അടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കണം. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് കേട്ടോ. തീ പിടിച്ച് കഴിഞ്ഞ് പറ്റ കഴിഞ്ഞങ്ങ് പോകും. നമ്മൾ നോക്കട്ടെ. വേണ്ട, കിട്ടി, സാധനം കിട്ടിയതാണ്. ഇത് നമ്മൾ അടച്ച് വെച്ച് മതി. അത് കഴിഞ്ഞതാണ് നമ്മൾ തുറന്നിട്ടൊന്ന് നോക്കാണ്. അല്ല അടിപൊളി, അങ്ങനെ ഉണ്ട് കാണാൻ. ഇതാ നോക്കണേ. ഇത് നല്ല എന്താ വെച്ചാൽ നമ്മളെ ചട്ടിയിലൊക്കെ തന്നെ സാധനം എടുത്ത് വെച്ച് ഒന്നും കൂടി നോക്കാം. അങ്ങനെ നോക്കിയിട്ട് അത് ഉഷാറായി. ഇപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി എടുത്തത് അതൊന്നുമല്ല, ഇത് മാറ്റി വെക്കുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ അതിന് മസാല ഒന്ന് സെറ്റാക്കാനുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ അതാ നമ്മൾ ചട്ടിയൊന്ന് കുറച്ച് വൃത്തിയാക്കി. എണ്ണ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കും എണ്ണ എന്താ ഇത്ര കുറവെന്ന് ചോദിക്കും. എണ്ണക്കെല്ലാം ഭയങ്കര വിലയല്ലേ? മുളക് അത്യാവശ്യം മുളക് ചെറുതായിട്ടിടാം. അധികമായി കഴിഞ്ഞാൽ വയറ്റ് ഭയങ്കര കേടാണ്. നല്ല ഇളക്കി കൊടുക്കാം. ഒന്ന് ക്ഷമ കാട്ടണേ, നല്ല ഇളക്കി കൊടുക്കും. അടിയിൽ തീയലധികം കൊണ്ടുവന്ന് വലിച്ചോളാം കേട്ടോ. ഇനിയിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി അങ്ങ് ഇടുക. വെളുത്തുള്ളി ഇട്ടിട്ടും ഒന്ന് നല്ല ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട കുറച്ച് നമ്മൾ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ ഉള്ളി ഇട്ട് കുറച്ച് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒന്ന് കുറച്ച് അധികം ആയിട്ട് കുറച്ച് ഒരു ചുവന്ന കളറെല്ലാം വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക. തീ അധികം കത്തുന്നുണ്ട് കേട്ടോ. ആ തീയെല്ലാം ഒന്ന് ഇനി കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു മുളക് പൊടി, പിന്നെ അതിൻ്റെ മസാലയുണ്ട്. നമ്മളിപ്പോൾ മാഗീൻ്റെ മസാല, അതുപോലെ തന്നെ മാഗിയിൽ കിട്ടുന്ന മുളക് പൊടിയും ഉണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ സംഭവം ഉഷാറായി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോകും. വേണ്ട, ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മാഗിയും കൂടി ഒന്ന് എടുത്തിട്ട് ഇതിലങ്ങ് ആഡ് ചെയ്തു മൊത്തം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കും. കുറച്ച് സ്പീഡായിക്കോട്ടെ, തിരക്കെല്ലാം ആക്കണം. നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡാക്കുക, അല്ലെങ്കിൽ കുറച്ച് നല്ല ചെയ്താൽ നമ്മളെ തീയെല്ലാം ശരി കറക്റ്റ് ആണെങ്കിൽ കുറച്ച് നല്ല ചെയ്താൽ മതി. അല്ല, ചട്ടി പൊട്ടാതെ നോക്കണം. ഇങ്ങനെ കുത്തുന്നത് ചട്ടിയൊന്നും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇടയിട്ട് ഈ പച്ചക്കളറല്ലേ, അത് വെളുത്തുള്ളിൻ്റെ ഇലയാണ് നമ്മളിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പം നല്ല ഉഷാറായി. നമ്മൾ തിന്നേണ്ട തിരക്കെല്ലാം കൂടിയിട്ടുണ്ട്. നമ്മൾ ഇലയിലേക്ക് മാറ്റുന്നതാണ്. ഈ സമയത്താണ് കുറച്ച് ക്ഷമയെല്ലാം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാം തായ്ക്കും. ഇനി തിന്നാളെ അമ്പ ഉഷാറല്ല. ഇതെല്ലാം തിന്ന് നോക്കിയിട്ട് നാളെ പറയട്ടെ. നാളത്തെ വീഡിയോയിൽ പറയും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ